ലോകത്തിലെ ഏറ്റവും ശക്തനായ ഇര പിടിക്കുന്ന ജീവി. കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിലും കാടിനെ ഭരിക്കുന്നതിൽ ഇവർ ഒട്ടും പിന്നിലല്ല. ശക്തിയുടെ കാര്യത്തിൽ സിംഹത്തേക്കാൾ മുന്നിൽ തന്നെയാണ് ഇവർ. തങ്ങളെക്കാൾ ഒരുപാട് വലിപ്പവും ഭാരവും കൂടുതലുള്ള മൃഗങ്ങളെപ്പോലും നിഷ്പ്രയാസം വേട്ടയാടി പിടിക്കുന്ന കാട്ടിലെ രാക്ഷസന്മാർ. അതുകൊണ്ട് തന്നെ കാടിനുള്ളിൽ ഒരു തരത്തിലും എതിരാളികളില്ലാത്ത മാർജാര കുടുംബത്തിലെ അതിശക്തന്മാർ, കടുവകൾ അഥവാ വരയൻ പുലി. എന്തുകൊണ്ടായിരിക്കും മറ്റു ജീവജാലങ്ങളെല്ലാം ഈ കടുവകളെ ഇത്രത്തോളം ഭയക്കുന്നത്? എന്തായിരിക്കും മറ്റു ജീവജാലങ്ങളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്നത്? ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് ഈ കടുവകളെയാണ്, അവരുടെ രസകരമായ ജീവിതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചവർഗമാണ് കടുവകൾ. ഈ വലിയ ജീവികളെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഏഷ്യ വൻകരയിലാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ വനങ്ങളിലെ രാജാക്കന്മാർ കടുവകൾ തന്നെയാണ്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കടുവകളിൽ 80% ഉള്ളത് നമ്മുടെ രാജ്യത്തിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിനുള്ളിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രധാന ഭാഗം തന്നെയായി മാറിയിട്ടുണ്ട് ഈ കടുവകൾ. കടുവകളുടെ ഉപവംശമായ ബംഗാൾ കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. മാർജാര കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലുതും ശക്തനുമായ ആൺകടുവകൾക്ക് 200 കിലോഗ്രാം എങ്കിലും ഭാരമുണ്ടായിരിക്കും. എന്നാൽ 300 കിലോഗ്രാമിലും കൂടുതൽ ഭാരമുള്ള കടുവകളെ കണ്ടെത്തിയിട്ടുമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ 1967 വെടിവെച്ച് കൊല്ലപ്പെട്ട കടുവയ്ക്ക് 390 കിലോഗ്രാമിലും കൂടുതൽ ഭാരമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആൺകടുവകളുടെ കാര്യം മാത്രമാണ്. എന്നാൽ പെൺകടുവകൾക്ക് സാധാരണ 180 കിലോഗ്രാം മാത്രമേ ഭാരമുണ്ടാകാറുള്ളൂ. 3 മീറ്ററോളമാണ് സാധാരണ ഒരു ആൺകടുവയുടെ ശരാശരി നീളം. പെൺകടുവയുടെ കാര്യത്തിൽ നീളം 2.5 മീറ്ററാണ്. 5 മീറ്ററോളം ഉയരത്തിൽ ചാടുവാനും 10 മീറ്ററോളം നീളത്തിൽ ചാടുവാനും കടുവകൾക്ക് കഴിവുണ്ട്. സ്വന്തം ഭാരത്തിൻ്റെ ഇരട്ടിയിലും കൂടുതൽ ഭാരമുള്ള മൃഗങ്ങളെ ആക്രമിച്ച് കീഴടക്കുവാനും അത്രത്തോളം ഭാരമുള്ള ഇരയെ കടിച്ചു പിടിച്ചുകൊണ്ട് ഏതാനും കിലോമീറ്റർ ദൂരത്തിലേക്ക് നിസ്സാരമായി ഓടിപ്പോകുവാൻ കടുവകൾക്ക് സാധിക്കും. സാധാരണ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മൃഗമാണ് കടുവ. പ്രജനന സമയത്ത് മാത്രമേ ഇവ ഇണയ്ക്കൊപ്പം ജീവിക്കാറുള്ളൂ. കടുവ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പരമാവധി 1.5 കിലോഗ്രാം മാത്രമായിരിക്കും തൂക്കം. ഒറ്റപ്രസവത്തിൽ 2 മുതൽ 6 കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കും. ജനിച്ചു കഴിഞ്ഞ് ഏകദേശം 1.5 ആഴ്ചകൾ കഴിയുമ്പോഴാണ് കടുവ കുഞ്ഞുങ്ങൾ ആദ്യമായി കണ്ണു തുറക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലം കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്ന പൂച്ചവർഗം കടുവ മാത്രമാണ്. ഏകദേശം 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമാകുമ്പോഴാണ് കടുവകൾക്ക് പ്രായപൂർത്തിയാകുന്നത്. ആ സമയം വരെ അവർ തങ്ങളുടെ അമ്മയോടൊപ്പം മാത്രമായിരിക്കും ജീവിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് കടുവകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുന്നത്. ഏഷ്യയിലെ 13 രാജ്യങ്ങളിലുള്ള ഒട്ടുമിക്ക വനങ്ങളിലും കടുവകളെ കാണാൻ സാധിക്കും. എങ്കിലും വനത്തിനുള്ളിൽ ജലസാമീപ്യമുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാനാണ് കടുവകൾക്ക് കൂടുതലും ഇഷ്ടം. ഇന്ത്യയിൽ കടുവകളെ ധാരാളമായി കണ്ടുവരുന്ന പ്രദേശങ്ങളെ പ്രധാനമായും നമുക്ക് 4 ആയി തിരിക്കാം. വടക്ക് കിഴക്കൻ കണ്ടൽക്കാടുകൾ, ചതുപ്പ് പ്രദേശങ്ങൾ, ഹിമാലയ വനങ്ങൾ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മലനിരകളോട് ചേർന്നുള്ള വനങ്ങൾ, സഖ്യപർവ്വത മലനിരകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ വനമായ സുന്ദർബൻ ഡെൽറ്റ അഥവാ സുന്ദർ വനങ്ങളിലാണ് ഇന്ത്യൻ കടുവകൾ ഏറ്റവും കൂടുതലായി വസിക്കുന്നത്. ഇന്ത്യക്ക് പുറമെ ലോകത്തിലെ മറ്റു കടുവകളെ മുഴുവൻ നോക്കുകയാണെങ്കിൽ മഴക്കാടുകൾ, പുൽപ്രദേശങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, സവാനകൾ അങ്ങനെ വ്യത്യസ്തമായ പല ആവാസ വ്യവസ്ഥകളിലുമാണ് കടുവകൾ ജീവിക്കുന്നത്. സൈബീരിയൻ കടുവകൾ ജീവിക്കുന്നത് റഷ്യയിലെ തണുത്തുറഞ്ഞ മഞ്ഞുമലകൾക്ക് മുകളിലാണ്. കടുവകളെ പ്രധാനമായും മെയിൻലാൻഡ് ഏഷ്യൻ ടൈഗേഴ്സ് എന്നും സാൻഡ ഐലൻഡ് ടൈഗേഴ്സ് എന്നും 2 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവയിൽ ധാരാളം ഉപവിഭാഗങ്ങളുമുണ്ട്. ബംഗാൾ ടൈഗേഴ്സ്, കാസ്പിയൻ ടൈഗേഴ്സ്, സൈബീരിയൻ ടൈഗേഴ്സ്, സൗത്ത് ഏഷ്യൻ ടൈഗേഴ്സ്, ഇൻഡോ ചൈനീസ് ടൈഗേഴ്സ്, മലയൻ ടൈഗേഴ്സ്. മെയിൻലാൻഡ് ഏഷ്യൻ ടൈഗേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കടുവകളാണ് ഇവയെല്ലാം. ഇവയിൽ കാസ്പിയൻ ടൈഗേഴ്സ് ഒഴികെ മറ്റ് 5 വിഭാഗത്തിൽപ്പെടുന്ന കടുവകളും വംശനാശത്തിനരികിലാണ്. എന്നാൽ കാസ്പിയൻ ടൈഗേഴ്സിന് ഇതിനോടകം തന്നെ വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. സാൻഡ ഐലൻഡ് കടുവകളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ജാവൻ ടൈഗേഴ്സ്, ബാലി ടൈഗേഴ്സ്, സുമാത്രൻ ടൈഗേഴ്സ് എന്നീ കടുവകളാണ്. ഇവയിൽ ഇന്നുള്ളത് സുമാത്രൻ കടുവകൾ മാത്രമാണ്. ഈ കടുവ വിഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ കടുവകൾ സൈബീരിയൻ കടുവകളാണ്.
ഇവയെ കൂടുതലായും കാണപ്പെടുന്നത് റഷ്യയിലെ തണുത്തുറഞ്ഞ മലനിരകൾക്ക് മുകളിലും. സൈബീരിയൻ കടുവകൾക്ക് ഏകദേശം 9 അടിയിൽ കൂടുതൽ നീളവും 250 കിലോഗ്രാം വരെ ഭാരവുമാണുള്ളത്. എന്നാൽ 4 മീറ്ററോളം നീളവും 428 കിലോഗ്രാമോളം ഭാരവുമുള്ള വലിയ സൈബീരിയൻ കടുവയെ 1943 ചൈനയിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കടുവകളിൽ ഏറ്റവും ചെറുത് സുമാത്രൻ കടുവകളാണ്. അവയ്ക്ക് പരമാവധി 140 കിലോഗ്രാം വരെ മാത്രമേ ഭാരമുള്ളൂ. ഓരോ കടുവകളും ഇത്രത്തോളം വലിപ്പത്തിൽ വ്യത്യസ്തരായിരിക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കും? അതിനുള്ള പ്രധാന കാരണം അവർ വസിക്കുന്ന ആവാസ വ്യവസ്ഥകളാണ്. അതായത് ചൂട് കൂടുതലുള്ള പ്രദേശത്ത് ജീവിക്കുന്ന കടുവകൾക്ക് വലിപ്പം കുറവും തണുത്ത പ്രദേശത്ത് ജീവിക്കുന്ന കടുവകൾക്ക് വലിപ്പം കൂടുതലുമായിരിക്കും. ജീവികളുടെ ആഹാര ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന അംഗമാണ് കടുവ. അതുകൊണ്ട് തന്നെ കാടടക്കി വാഴുന്ന വിധം താൻ വസിക്കുന്ന കാടുകളിൽ അധിനിവേശ പ്രദേശത്തിൻ്റെ പരിധികൾ നിശ്ചയിച്ച് ഒരു ടെറിട്ടറി നിലനിർത്തി നിരന്തരം റോന്തു ചുറ്റുന്ന സ്വഭാവം ഈ കടുവകൾക്കുണ്ട്. കാരണം അവർ വസിക്കുന്ന ആ പ്രദേശത്ത് കടുവകളെ പോലെയോ അല്ലെങ്കിൽ കടുവകളേക്കാൾ മികച്ചതോ ആയ ഒരു വേട്ടക്കാരും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു മൃഗം അവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ ആക്രമിച്ച് കീഴടക്കി കടുവ ആഹാരമാക്കിയിരിക്കും. ആൺകടുവകളുടെ അധിനിവേശ പ്രദേശത്തിന് ഏകദേശം 70 മുതൽ 100 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി ഉണ്ടാകും. എന്നാൽ പെൺകടുവകളുടെ കാര്യത്തിൽ അവർ വാഴുന്ന പ്രദേശത്തിന് ഏകദേശം 25 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതി ഉണ്ടാകും. പെൺകടുവകൾ വസിക്കുന്ന പ്രദേശത്ത് പല പെൺകടുവകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരാൺകടുവയുള്ള പ്രദേശത്ത് മറ്റൊരു ആൺകടുവയെയും കാണുവാൻ സാധിക്കില്ല. കാരണം ആ പ്രദേശത്തേക്ക് മറ്റൊരു ആൺകടുവ കടന്നു വന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിൽ ഘോരമായ പോരാട്ടം നടക്കും. അവസാനം ഒരു കടുവയുടെ അന്ത്യത്തിലായിരിക്കും ആ പോരാട്ടം അവസാനിക്കുക. പൂച്ചവർഗത്തിലെ ഏറ്റവും ശക്തന്മാരാണ് കടുവകൾ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഒരുപാട് വലിപ്പം കുറഞ്ഞ ചെറിയ ജീവജാലങ്ങളെയും വലിപ്പം കൂടിയ കരടികളെയും മുതലകളെയും വരെ ഇവർ ആക്രമിച്ച് കീഴടക്കാറുണ്ട്. മറ്റു മൃഗങ്ങളെക്കാളുമെല്ലാം കടുവകൾ ഇത്രത്തോളം ശക്തന്മാരായിരിക്കാനുള്ള പ്രധാന കാരണം അവയുടെ കാലുകളിലും കൈകളിലുമുള്ള അതിശക്തിയേറിയ പേശികളും കൂർത്ത പല്ലുകളും കട്ടിയുള്ള താടിയെല്ലും കൂർത്തു വളഞ്ഞ നീണ്ട നഖങ്ങളുമാണ്. ഏറ്റവും നീളം കൂടിയ കൂർത്ത പല്ലുകളുള്ള പൂച്ചവർഗമാണ് കടുവകൾ. ബംഗാൾ കടുവകളുടെ പല്ലുകൾക്ക് 10 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. പല്ലുകളുടെ നീളം മാത്രമല്ല, പൂച്ചകളിൽ ജാഗ്വറുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉള്ളതും കടുവകൾക്കാണ്. അതുപോലെ തന്നെ കടുവകളെ രാക്ഷസ ജീവികളാക്കി മാറ്റുന്നത് അവയുടെ കൂർത്തു വളഞ്ഞ വലിയ നഖങ്ങളാണ്. ഓരോ കൈകളിലും കാലുകളിലും 4 വലിയ നഖങ്ങളും ഓരോ ചെറിയ നഖങ്ങളും വീതമുണ്ട്. ഈ കടുവകൾ നല്ല ഓട്ടക്കാരാണ്. ഇവരുടെ ശരാശരി വേഗത മണിക്കൂറിൽ 65 കിലോമീറ്ററോളം വരും. എന്നാൽ പൂച്ചവർഗത്തിൽപ്പെട്ട മറ്റു പല ജീവജാലങ്ങളെയും വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കടുവകളുടെ വേഗത കുറവാണെന്ന് പറയാം. ഓട്ടക്കാർ മാത്രമല്ല, നല്ല നീന്തൽക്കാർ കൂടിയാണ് കടുവകൾ. 7 കിലോമീറ്റർ ദൂരം വരെ ഒറ്റ നീന്തലിൽ പോയി വരാൻ ഇവർക്ക് സാധിക്കും. അതായത് ഇരകൾക്ക് വെള്ളത്തിലും രക്ഷയില്ല. കടുവകളെ ഏറ്റവും മികച്ച വേട്ടക്കാരാക്കി മാറ്റുന്നത് അവരുടെ കാഴ്ചശക്തി തന്നെയാണ്. പകലുപോലെ തന്നെ രാത്രിയിലും വളരെ വ്യക്തമായി കാണുവാൻ കടുവകൾക്ക് സാധിക്കും. നമ്മുടെ കാഴ്ചശക്തിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മേക്കാളും 10 മടങ്ങ് കാഴ്ചശക്തിയുണ്ട് ഈ കടുവകൾക്ക്. കാട്ടുപോത്ത്, കാട്ടുപന്നി, കേഴമാൻ മുതലായ വന്യജീവികളെയാണ് സാധാരണ കടുവകൾ ആഹാരമാക്കാറുള്ളത് എങ്കിലും ചില സന്ദർഭങ്ങളിൽ കാണ്ടാമൃഗം, ആന എന്നിവയെയും അവ വേട്ടയാടാറുണ്ട്. പതുങ്ങിയിരുന്ന ശേഷം അടുത്തെത്തിച്ചേരുന്ന ഇരയെ ചാടി വീണ് ആക്രമിച്ച് കൊലപ്പെടുത്തി ആഹാരമാക്കുന്നതാണ് കടുവകളുടെ സാധാരണ രീതി. കടുവകൾ മാത്രമല്ല, എല്ലാ പൂച്ചവർഗ്ഗങ്ങളും ഇതുപോലെ തന്നെയാണ് ഇരകളെ പിടിക്കുന്നത്. എന്നാൽ പല സന്ദർഭങ്ങളിലും തങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോടുന്ന ഇരയെ ഓടിച്ചിട്ട് ആക്രമിച്ച് പിടിച്ച് ആഹാരമാക്കാറുമുണ്ട്. ഇങ്ങനെയെല്ലാം പിടികൂടുന്ന ഇരകളുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തേക്ക് തൻ്റെ ദംഷ്ട്രകൾ ഇറക്കിയാണ് കടുവ അവരെ കീഴടക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇരകളുടെ സുഷുമ്നാടി തകർക്കുവാനും വളരെ വേഗതയിൽ തന്നെ അവരെ കീഴടക്കുവാനും കടുവകൾക്ക് സാധിക്കുന്നു. ഇങ്ങനെയെല്ലാം വേട്ടയാടി ഇരകളെ പിടിക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ മറ്റു വന്യമൃഗങ്ങൾ വേട്ടയാടി പിടിച്ച് കൊന്നിട്ടിരിക്കുന്ന മൃഗങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോകാറുമുണ്ട്. കടുവകൾക്ക് ഏകദേശം 35 കിലോഗ്രാമോളം ആഹാരം ഒരുമിച്ച് കഴിച്ചു തീർക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ആഹാരം കഴിച്ച ശേഷം അവയ്ക്ക് 2 ആഴ്ച കാലത്തോളം ആഹാരം ഒന്നും തന്നെ കഴിക്കാതെ ജീവിക്കാനും സാധിക്കും. കാഴ്ചയിൽ മറ്റു ജീവികളിൽ നിന്നുമെല്ലാം കടുവകളെ വളരെ വ്യത്യസ്തരാക്കുന്നത് തവിട്ട് നിറമുള്ള ശരീരത്തിൽ കുറുകെയുള്ള കറുത്ത വരകളാണ്. ഈ കറുത്ത വരകൾ കടുവയുടെ രോമത്തിലല്ല ഉള്ളത്.
ഈ വരകളെല്ലാം തവിട്ട് നിറത്തിലുള്ള കടുവയുടെ തൊലിക്ക് മുകളിലാണ്. ശരീരത്തിൽ ഇതുപോലെ പ്രത്യേക തരത്തിലുള്ള ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ഇടയിൽ മറ്റാരും കാണാതെ മറഞ്ഞു നിൽക്കുവാൻ കടുവകൾക്ക് വളരെ എളുപ്പമാണ്. കടുവകളുടെ ചിത്രങ്ങളിൽ അവയുടെ കണ്ണുകളുടെ നിറം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കടുവയെ സുന്ദരനാക്കുന്നത് ഈ കണ്ണുകൾ കൂടിയാണ്. സാധാരണ കടുവകളുടെ കണ്ണുകളുടെ നിറം മഞ്ഞ നിറമാണ്. എന്നാൽ വെള്ളക്കടുവകളുടെ കണ്ണിന് നീല നിറമാണുള്ളത്. കടുവകളുടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ ഇവയ്ക്ക് മിമിക്രി ചെയ്യാൻ സാധിക്കും. സാമ്പാർ മാഞ്ഞിൻ്റെ ശബ്ദം അതേപോലെ തന്നെ അനുകരിക്കാൻ സാധിക്കും. അങ്ങനെ മാഞ്ഞിൻ്റെ ശബ്ദം അനുകരിച്ച് മാഞ്ഞിനെ കബളിപ്പിച്ച് അരികിൽ വരുത്തിയ ശേഷം ആക്രമിച്ച് അവയെ വകവരുത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കടുവകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഓർമ്മശക്തിയാണ്. മനുഷ്യർക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കടുവകൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. നമ്മൾ ഇതിനോടകം കടുവകളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഇന്ന് വംശനാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്നതുമായ ജീവിവർഗമാണ് ഈ കടുവകൾ. വനനശീകരണമാണ് കടുവകളുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ജൈവശൃംഖലയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ വനത്തിലുണ്ടാകുന്ന എന്തു മാറ്റവും കടുവകളെ ബാധിക്കും. ആനയും വലിയ കരടികളുമെല്ലാം കടുവകളുടെ ആക്രമണത്തെ എതിർക്കാറുണ്ട് എങ്കിലും മനുഷ്യനാണ് കടുവകളുടെ ഏറ്റവും വലിയ ശത്രു. കടുവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഇന്നും ധാരാളമായി കടുവകൾ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കടുവകളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.